വെൽക്കം ടു കോവലൻ ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ലോ അമെൻമെൻറ്റ് ആക്ട് 2023 ബാക്കി ഭാഗങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ സെക്ഷൻ 14 വരെ നമ്മൾ പറഞ്ഞു നിർത്തി. ഇന്ന് നമ്മൾ പറയുന്നത് സെക്ഷൻ 14A, 14B, 15, 16, 18, 19, 19B, 20 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അമെൻമെൻറ്റ് ഓഫ് സെക്ഷൻ 14AA. എന്താണ് സെക്ഷൻ 14A എന്ന് പറയുന്നത്? പ്രൊമോഷൻ ഓഫ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ദ എക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പേഴ്സിൻ്റെ സാമ്പത്തിക ക്ഷേമം ഉയർത്താൻ വേണ്ടിയിട്ട് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനെ സൊസൈറ്റി പ്രൊമോട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷനാണ് എന്ത്? സെക്ഷൻ 14AA എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ? അനുബന്ധ സ്ഥാപനം. ഒരു സൊസൈറ്റി, നിലവിലൊരു സൊസൈറ്റി ഉണ്ട്, A എന്നുള്ളൊരു സൊസൈറ്റി ഇരിക്കട്ടെ. അപ്പം ആ സൊസൈറ്റിയുടെ മെമ്പേഴ്സിൻ്റെ എക്കണോമിക് വെൽഫെയർ ഉയർത്താൻ വേണ്ടിയിട്ട് അവരൊരു സബ്സിഡറി, അതിന് തൊട്ട് താഴെ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും കൂടെ തുടങ്ങുകയാണ്. അപ്പോൾ ഇവരുടെ സാമ്പത്തിക സഹായത്താലായിരിക്കും ഈ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് എന്ത്? നമ്മുടെ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആഫ്റ്റർ നിങ്ങൾ അമെൻമെൻറ്റ് PDF എടുത്ത് നോക്കൂ. പ്രിൻറ്റ് നിങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ട്, നിങ്ങളുടെ അടുത്ത് നോക്കണം. ആഫ്റ്റർ സബ്സെഷൻ 2 ദ ഫോളോയിങ് സബ്സെഷൻസ് ഷാൾ ബി ആഡഡ്. പുതുതായിട്ട് കൊണ്ടുവന്നതാണ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതല്ല, നിലവിലുള്ള സെൻറ്റൻസിനെ കുറച്ച് മാറ്റിയതല്ല, പുതുതായിട്ട് കൊണ്ടുവന്നതാണ്. 2A സബ്സെഷൻ 2 ഉണ്ട്, അതിനുശേഷം 2A എന്നും പിന്നീട് 2B, 2C, 2D, 2E ഇങ്ങനെ 5 സെക്ഷൻ. 2 എന്നുള്ള സെക്ഷനെ 5ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, 5ആയിട്ട് തിരിച്ച് പുതിയതായിട്ട് ആഡ് ചെയ്ത് പുതുതായിട്ട് ചേർത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണം. അതിൽ ഫസ്റ്റ് വൺ നോക്കൂ, 2A. The share capital contribution or financial assistance to the subsidiary institution shall be met from the balance net profit of the society. നമ്മൾ പറഞ്ഞു ഒരു സൊസൈറ്റിയാണ് എന്ത് തുടങ്ങുന്നത്? നിലവിലുള്ള ഒരു സൊസൈറ്റി സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്നു. അപ്പോൾ ഈ സൊസൈറ്റിയാണ് ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ മൂലധനമായിട്ട് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നെങ്കിലോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സഹായം ഈ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എവിടെ നിന്ന് എടുത്ത് വേണം നമ്മുടെ നിലവിലുള്ള സൊസൈറ്റി എടുത്ത് കൊടുക്കാൻ? ബാലൻസ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദ സൊസൈറ്റിയുടെ നിലവിലുള്ള സൊസൈറ്റിയുടെ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് എടുത്ത് വേണം സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുക്കാനായിട്ട്, അവരെ സഹായിക്കാനായിട്ട്. ഇതെവിടാണ് പറയുന്നത്? അണ്ടർ സബ്സെഷൻ 2 ഓഫ് സെക്ഷൻ 56. സെക്ഷൻ 56(2) പറയുന്നത്. സെക്ഷൻ 56 എന്താണ്? ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഡിസ്പോസ് ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? പ്രോഫിറ്റ് എവിടേക്കാണ് ഡിസ്പോസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അവിടെ നിന്ന് വേണം എടുത്ത് കൊടുക്കാനായിട്ട്. ആൻഡ് എനി ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ്, മറ്റെന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ഈ സൊസൈറ്റിയോ ബാങ്കോ കൊടുക്കുന്നുണ്ടെങ്കിൽ, അതർ ദാൻ ഷെയർ ക്യാപിറ്റൽ അല്ലാതെ മറ്റെന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ, ഷാൽ ബി റിലീസ്ഡ് ആസ് ലോൺ ആസ് പെർ ദ നോംസ് ആസ് മേ ബി സ്പെസിഫൈഡ് ബൈ ദ രജിസ്ട്രാർ. എങ്ങനെ വേണം കൊടുക്കാൻ? രജിസ്ട്രാർ പറയുന്നതനുസരിച്ച് ലോണായിട്ട് കൊടുക്കേണ്ടത് ലോൺ രൂപത്തിലാണ്. റിലീസ്ഡ് ആസ് ലോണായിട്ട് വേണം സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുക്കാൻ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിത് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഫൈൻ, നമുക്കറിയാം, മനസ്സിലായി എന്നുള്ളത്. പക്ഷേ ക്വസ്റ്റ്യൻ രൂപത്തിൽ സെൻറ്റൻസ് അവർ ഇതേപോലെ എടുത്ത് തരുമ്പോൾ നമ്മളിത് പഠിച്ചിട്ടുണ്ടോ എന്ന് വരെ നമുക്ക് ഡൗട്ട് തോന്നാം. ഓക്കെ, അതുകൊണ്ട് വ്യക്തമായിട്ട് പഠിക്കണം. ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനോ അല്ലെങ്കിൽ സാമ്പത്തിക സഹായം, ഫിനാൻഷ്യൽ അസിസ്റ്റൻസോ സൊസൈറ്റി അവരുടെ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ആ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ബാങ്കിൻ്റെ നെറ്റ് പ്രോഫിറ്റിൽ നിന്നെടുത്ത് വേണം കൊടുക്കാൻ. ഇനി അതല്ല മറ്റെന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ, സൊസൈറ്റി ഓർ ബാങ്ക്, ഒന്നീ സൊസൈറ്റി അല്ലെങ്കിൽ ബാങ്ക്, മറ്റെന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് രജിസ്ട്രാറിൻ്റെ നോംസ് പ്രകാരമായിരിക്കണം. അത് ഏത് രൂപത്തിലാണ് കൊടുക്കേണ്ടത്? ലോൺ രൂപത്തിൽ മാത്രമായിരിക്കണം സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ രജിസ്ട്രാർ എന്നുള്ളൊരു ക്വസ്റ്റ്യനായിട്ട് വരാം. ആര് പറയുന്ന അനുസരിച്ചിട്ടാണ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പിന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കുന്നത് എന്ന് ചോദിക്കാം. അപ്പോൾ അത് രജിസ്ട്രാർ. പിന്നെ ഏത് രൂപത്തിലാണ്? ലോണായിട്ടാണോ അല്ലെങ്കിൽ അവരുടെ കോൺട്രിബ്യൂഷനായിട്ടാണോ? അത് ലോൺ ഇനത്തിലാണ് കൊടുക്കുന്നത് അല്ലേ? കടമായിട്ടാണ് കൊടുക്കുന്നത്, വായ്പ കൊടുക്കുകയാണ്. അതാണ് 2A പറയുന്നത്. ഇനി 2B എന്താ പറയുന്നത്? എനി സൊസൈറ്റി ഓർ ബാങ്ക് വിച്ച് ഹാഡ് അവെയിൽഡ് എനി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫ്രം ഗവൺമെൻറ്. നമ്മുടെ സൊസൈറ്റിയോ ബാങ്കോ എന്തെങ്കിലും സാമ്പത്തിക സഹായം നമ്മുടെ ഗവൺമെൻറ്റിൽ നിന്നും
എടുത്തിട്ടുണ്ടെങ്കിൽ ഷാൾ ഇൻക്ലൂഡ് നോമിനീസ് ഓഫ് ഗവൺമെൻറ് ഓഫ് കേരള ഇൻ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇപ്പം നമ്മുടെ സൊസൈറ്റി ഏതെങ്കിലും ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നമ്മുടെ ഗവൺമെൻറ്റിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഗവൺമെൻറ് ഓഫ് കേരളയുടെ, അതായത് ഗവൺമെൻറ് നോമിനിയെ നമ്മൾ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഉൾപ്പെടുത്തണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ സൊസൈറ്റിക്കായിരിക്കും സഹായം ഗവൺമെൻറ് കൊടുക്കുന്നത്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, സാമ്പത്തിക സഹായം കൊടുക്കുന്നത് സൊസൈറ്റിക്കായിരിക്കും. ഈ സൊസൈറ്റിയാണ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ സൊസൈറ്റി ഏതെങ്കിലും രൂപത്തിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഗവൺമെൻറ്റിൽ നിന്ന് സ്വീകരിക്കുകയാണെങ്കിൽ ഈ സൊസൈറ്റിയുടെ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഒരു ഗവൺമെൻറ് പ്രതിനിധിയെ കൊടുത്തിരിക്കണം, ഗവൺമെൻറ് പ്രതിനിധിയെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കണം. അതാണ് ഗവൺമെൻറ് നോമിനീസ് എന്ന് പറയുന്നത്. അതും ഓർക്കണം. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഗവൺമെൻറ് നോമിനി വേണോ വേണ്ട എന്നേ നമ്മൾ വിചാരിക്കും. അങ്ങനല്ല. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയ ഏത് സൊസൈറ്റി ആയിക്കോട്ടെ, അവർക്കൊരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ ആ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഒരു ഗവൺമെൻറ് നോമിനിയെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അതാണ് 2B പറയുന്നത്. ഇനി 2C, ഇത് നമ്മൾ ഓൾറെഡി 2 ഉണ്ടായിരുന്നു, സബ്സെഷൻ 2 ഉണ്ടായിരുന്നു. 14AA സബ്സെഷൻ 2 ഉണ്ടായിരുന്നു. ഇപ്പം അത് 2A എന്ന് പുതിയതായിട്ട് കൂട്ടിച്ചേർത്തു, 2B കൂട്ടിച്ചേർത്തു, കൊണ്ടുവന്നു. ഇനി അടുത്തത് 2C ആണ്. ദ രജിസ്ട്രാർ ഷാൾ കണ്ടക്ട് ഓഡിറ്റ്, ഇൻസ്പെക്ഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് റെക്കോർഡ്സ് ഇൻ ദ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. ഓക്കെ, പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓഡിറ്റും ഇൻസ്പെക്ഷനും വെരിഫിക്കേഷൻ ഓഫ് റെക്കോർഡ്സും ആരാണ് കണ്ടക്ട് ചെയ്യേണ്ടത്? ആരാണ്? രജിസ്ട്രാറാണ്. സാധാരണഗതിയിൽ സൊസൈറ്റിയുടെ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്ന ആരാണ്? DC ആണല്ലേ. പക്ഷേ ഇവിടെ നമ്മുടെ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആരാണ്? രജിസ്ട്രാറാണ്. ഇതൊക്കെ പുതിയതായിട്ട് ആഡ് ചെയ്ത അമെൻമെൻ്റ് ആണ്, വളരെ വ്യക്തമായിട്ട് ഓർത്ത് വെക്കുക. ഇതും ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ഡാഷ് ഷാൾ കണ്ടക്ട് ഓഡിറ്റ്, ഇൻസ്പെക്ഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് റെക്കോർഡ്സ് ഇൻ ദ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ. ആരാണ്? രജിസ്ട്രാറാണ്. ഈ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് അല്ലെങ്കിൽ ഇൻ ദ മാനർ പ്രിസ്ക്രൈബ്ഡ് എന്നൊക്കെ പറയുന്നത്, ഇൻ ദ മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് എന്നൊക്കെ പറയുന്നത് ഇനി റൂളിൽ മാറ്റങ്ങൾ വരാം. മനസ്സിലായില്ലേ? അപ്പോൾ എത്രയും വേഗം നിങ്ങൾ പഠിച്ച് എക്സാം എഴുതി പാസ്സായി മാറുക. കാരണം ഇതൊക്കെ പിന്നെയും ഓരോന്ന് ചേഞ്ചസ് വരുമ്പോൾ നമുക്കിതെല്ലാം കൂടെ കൺഫ്യൂഷനാകും. ഓൾറെഡി പുതുതായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് പാടില്ല, പക്ഷേ നമ്മൾ ഓൾറെഡി കുറേ എണ്ണം ഇങ്ങനെ പഠിച്ച് തലയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ ഇനി മാറ്റാൻ വളരെ പാടാണ്, കുറേ തവണ വായിച്ചാലേ പറ്റും. അപ്പോൾ പറഞ്ഞു വന്നത്, രജിസ്ട്രാറാണ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓഡിറ്റ്, ഇൻസ്പെക്ഷൻ, വെരിഫിക്കേഷൻ ഓഫ് റെക്കോർഡ്സ് നടത്തുന്നത്. ഇനി അടുത്ത 2D പറയുന്നത്, എനി ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഓർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ദ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്രം ദ സൊസൈറ്റി ഓർ ബാങ്ക് ഷാൾ ബി അലോട്ടഡ് വിത്ത് ദ പ്രയർ അപ്രൂവൽ ഓഫ് ദ രജിസ്ട്രാർ ബേസ്ഡ് ഓൺ ദ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ദ ജനറൽ ബോഡി ഓഫ് ദ സൊസൈറ്റി ഓർ ബാങ്ക് കൺസേൺഡ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനും ഫിനാൻഷ്യൽ അസിസ്റ്റൻസും ഒരു സൊസൈറ്റി അവരുടെ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷന്, അനുബന്ധ സ്ഥാപനത്തിന് കൊടുക്കും ഇല്ലേ. ഇങ്ങനെ വെറുതെ അവർക്ക് സൊസൈറ്റിക്ക് എടുത്ത് കൊടുക്കാൻ പറ്റില്ല. അവരെന്ത് വേണം? ഒരു ജനറൽ ബോഡി, ഒരു പൊതുയോഗം വിളിച്ചുകൂട്ടി അവിടെ ഈ റെസൊല്യൂഷൻ പാസ്സാക്കി, ഈ പ്രമേയം പാസ്സാക്കി, അത് ആർക്ക് അയച്ചു കൊടുക്കണം? രജിസ്ട്രാർക്ക് അയച്ചു കൊടുത്ത് രജിസ്ട്രാർ അത് അനുമതി കൊടുത്തതിന് ശേഷം മാത്രമേ ഈ നിലവിലുള്ള സൊസൈറ്റിക്ക് ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനായിട്ടോ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആയിട്ടോ അവരുടെ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷന് ഇത് കൊടുക്കാൻ പറ്റും. അപ്പം ആരുടെ അപ്രൂവൽ വേണം? ഒരു സൊസൈറ്റി അവരുടെ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷന് ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസോ കൊടുക്കുന്നെങ്കിൽ ആരുടെ അനുമതി വേണം? രജിസ്ട്രാറിൻ്റെ. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനിൽ രജിസ്ട്രാറിൻ്റെ റോള് വലുതാണല്ലേ. രജിസ്ട്രാറാണ് ഓഡിറ്റും ഇൻസ്പെക്ഷനും വെരിഫിക്കേഷൻ ഓഫ് റെക്കോർഡ്സും ഒക്കെ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നടത്തുന്നത്. കൂടാതെ രജിസ്ട്രാറിൻ്റെ അപ്രൂവൽ വേണം. സൊസൈറ്റി അവരുടെ ഞങ്ങളുടെ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് വേണേലും ചെയ്യാം എന്നല്ല അവർ കരുതേണ്ടത്. അവരെന്ത് വേണം? രജിസ്ട്രാറിൻ്റെ അപ്രൂവൽ വാങ്ങിയിരിക്കണം. അതാണ് സെക്ഷൻ 2D പറയുന്നത്. ഇനി 2E ട്രാൻസ്ഫറിങ് ഫണ്ട്സ് ഓർ ലീസിങ് ഓഫ് അസറ്റ്സ് ഓഫ് ദ സൊസൈറ്റി ടു ഇറ്റ്സ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്തെങ്കിലും ഫണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ അസറ്റ് ലീസിന് കൊടുക്കണമെങ്കിലോ, ആർക്ക് കൊടുക്കണമെങ്കിൽ? സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുക്കണമെങ്കിൽ, ലീസ് എന്ന് വെച്ചാൽ പാട്ടത്തിന് കൊടുക്കണമെങ്കിൽ ആരുടെ അപ്രൂവൽ വേണം? ഇവിടെയും അപ്രൂവൽ ആരുടെ വേണം?
ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലാണ് വേണ്ടുന്നത്. ഷാൾ ബി മെയ്ഡ് വിത്ത് ദ പ്രയർ അപ്രൂവൽ ഓഫ് ദ ഗവൺമെൻറ് ബേസ്ഡ് ഓൺ ദ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ദ ജനറൽ ബോഡി ഓഫ് ദ സൊസൈറ്റി ഓർ ബാങ്ക്. എന്ത് നടത്തണമെങ്കിലും നിങ്ങൾക്കറിയാം, ഒരു ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടി അതിലൊരു പ്രമേയം പാസ്സാക്കി അതെന്ത് ചെയ്യണം, കൺസേൺഡ് അതോറിറ്റിക്ക് അയച്ചു കൊടുത്ത് അവരുടെ അപ്രൂവൽ മേടിച്ച് വേണം നടത്താനായിട്ട്. അതാണ് അതിൻ്റെ ഒരു റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ട്രാൻസ്ഫറിങ് ഓഫ് ഫണ്ടുകളും അല്ലെങ്കിൽ ലീസിങ് ഓഫ് അസറ്റുമാണെങ്കിൽ ആരുടെ അനുമതി വേണം? ഇതൊക്കെ ഡെഫിനറ്റ്ലി ക്വസ്റ്റ്യൻസ് കാണും. നമ്മളെ തെറ്റിക്കാനും ഒരു ക്വസ്റ്റ്യൻ ടഫാക്കാനും വലിയ പാടൊന്നുമില്ല അവർക്ക്, ക്വസ്റ്റ്യൻ ഇടുന്നവർക്ക്. മനസ്സിലായോ? ഇത്തിരി ട്രിക്കി ആയിട്ട് ചോദിച്ചാൽ മതി, അപ്പോഴേ നമ്മൾ അതിൽ തലയും കുത്തി വീഴും. അപ്പം അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് പഠിക്കുക. ഈ ട്രാൻസ്ഫറിങ് ഫണ്ട് അല്ലെങ്കിൽ ലീസിങ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് വലിയ കാര്യമില്ല. ഈ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഗവൺമെൻറ് ആയിരിക്കും. മനസ്സിലായോ? സർക്കാരിൻ്റെ അനുമതി വേണം. എന്നാൽ രജിസ്ട്രാറിൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യങ്ങൾ, ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ, എന്തെങ്കിലും സഹായങ്ങൾ കൊടുക്കുക, ഇതൊക്കെ രജിസ്ട്രാർ. അങ്ങനെ കോഡ് യൂസ് ചെയ്ത് അങ്ങനെ ട്രിക്കിയായിട്ട് പഠിക്കുക. അപ്പോൾ ട്രാൻസ്ഫറിങ് ഫണ്ടാണെങ്കിലോ അല്ലെങ്കിൽ ലീസിങ് ഓഫ് അസറ്റ്സ്, സൊസൈറ്റിയുടെ അസറ്റുകൾ എന്തെങ്കിലും ലീസിങ്ങിന് കൊടുക്കണമെങ്കിൽ ആരുടെ അനുമതി വേണം? സർക്കാരിൻ്റെ അനുമതി വേണം. ഓക്കെ, അപ്പം ഇത്രയാണ് എന്ത് വന്നിരിക്കുന്നത്, നമ്മുടെ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് പഠിക്കണം. 2A എന്താണ് പറയുന്നത്? ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനോ ഫിനാൻഷ്യൽ അസിസ്റ്റൻസോ ഒരു സൊസൈറ്റി അവരുടെ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊടുക്കുകയാണെങ്കിൽ അത് എവിടെ നിന്നെടുത്ത് കൊടുക്കണം? അത് അവരുടെ ആ സൊസൈറ്റിയുടെ നെറ്റ് പ്രോഫിറ്റിൻ്റെ ബാലൻസിൽ നിന്നെടുത്ത് കൊടുക്കണം. പിന്നെ മറ്റെന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷന് സൊസൈറ്റി അല്ലെങ്കിൽ ബാങ്ക് കൊടുക്കുകയാണെങ്കിൽ അത് ഏത് രൂപത്തിൽ വേണം കൊടുക്കാൻ? ലോണായിട്ട്, വായ്പ ഇനത്തിലേ കൊടുക്കാൻ പാടുള്ളൂ. അത് നമ്മുടെ രജിസ്ട്രാർ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് വേണം കൊടുക്കാൻ. പിന്നെ 2B പറഞ്ഞിരിക്കുന്നത്, ഈ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് വാങ്ങിയ സൊസൈറ്റിയോ ബാങ്കോ ആണെങ്കിൽ, ആരുടെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് വാങ്ങിയ? ഗവൺമെൻറ്റിൻ്റെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. അങ്ങനെയുള്ള സൊസൈറ്റികൾ നമ്മൾ എന്താ പറയുക? അസിസ്റ്റഡ് സൊസൈറ്റി എന്നാണ് പറയുന്നത്. ഗവൺമെൻറ്റിൻ്റെ സഹായത്താൽ പ്രവർത്തിക്കുന്ന സൊസൈറ്റി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഗവൺമെൻറ് നോമിനീസിനെ അവരുടെ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഗവൺമെൻറ് നോമിനീസായിട്ട് ഉൾപ്പെടുത്തിയിരിക്കണം എന്നാണ് ബിയിൽ പറയുന്നത്. 2C പറയുന്നത് രജിസ്ട്രാർ ആയിരിക്കണം ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓഡിറ്റും ഇൻസ്പെക്ഷനും വെരിഫിക്കേഷൻ ഓഫ് റെക്കോർഡ്സും ചെയ്യേണ്ടത്. 2D പറയുന്നത് ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനായിട്ടോ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആയിട്ടോ ഒരു സൊസൈറ്റി അവരുടെ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുക്കുകയാണെങ്കിൽ ഇത് ആരുടെ അപ്രൂവൽ വേണം? രജിസ്ട്രാറിൻ്റെ അപ്രൂവൽ വേണം. പിന്നെ ട്രാൻസ്ഫറിങ് ഫണ്ടോ ലീസിങ് ഓഫ് അസറ്റോ, സൊസൈറ്റിയുടെ ട്രാൻസ്ഫറിങ് ഫണ്ടോ ലീസിങ് ഓഫ് അസറ്റോ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആരുടെ അപ്രൂവൽ വേണം? ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ വേണം. ഓക്കെ, ഇത്രയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി താഴെ പറയുന്നത്, നോട്ട് വിത്ത്സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ദ ഫോർഗോയിങ് പ്രൊവിഷൻസ് ഓഫ് ദ സെക്ഷൻ, നോ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൽ ബി promoted under the section on or after the commencement of Kerala Cooperative Societies Amendment Act 2023 and the existing subsidiary institution regarded and working immediately before the commencement of the Kerala Cooperative Societies Act 2023 shall continue its operation subject to the foregoing provisions in subsections 1 to 3 and in the manner as may be prescribed. അതായത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെൻറ്റ് ആക്ട് 2023 വന്നതിന് ശേഷം ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനും രജിസ്റ്റർ ചെയ്യാൻ പാടില്ല. അതായത് ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുക. പിന്നെ ഒരു അനുബന്ധ സ്ഥാപനങ്ങളും ഒരു സൊസൈറ്റിയും തുടങ്ങാൻ പാടില്ല. ഇനി ഈ KCS അമെൻമെൻറ്റ് ആക്ട് 2023 വരുന്നതിന് മുമ്പ് തുടങ്ങിയ അനുബന്ധ സ്ഥാപനങ്ങളാണെങ്കിൽ, സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അവർ ഉറപ്പായിട്ടും ഈ മേൽപ്പറഞ്ഞ ഈ സബ്സെഷൻ എല്ലാം ഫോളോ ചെയ്തിരിക്കണം എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഈ 2023 ശേഷം അമെൻമെൻറ്റ് വന്ന് 2023 ശേഷം ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനും തുടങ്ങാൻ അനുമതിയില്ല. ഇനി 2023 മുമ്പാണിത് തുടങ്ങിയതെങ്കിൽ അവർ ഈ മേൽപ്പറഞ്ഞ ഈ സെഷൻസും അതിൻ്റെ റൂൾസും എല്ലാം കറക്റ്റായിട്ട് പാലിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. അമെൻമെൻറ്റ് ഓഫ് സെക്ഷൻ 14B. അപ്പം നമ്മളിപ്പോൾ പഠിച്ചത് 14A ആണ്. ഇനി 14B. ബി എന്താ നമുക്കറിയാം? പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പ്. ആ ഒരു പ്രൊനൗൺസിയേഷൻ അങ്ങനെ വരുന്നില്ലേ? അപ്പം അങ്ങനെ ഓർക്കുക. സെക്ഷൻ 14B പാർട്ട്ണർഷിപ്പാണ്. പാർട്ട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു സൊസൈറ്റി വേറൊരു സൊസൈറ്റിയുമായിട്ട് ചേർന്ന് പാർട്ട്ണർഷിപ്പിൽ എന്ത് നടത്തുന്നു? പാർട്ട്ണർഷിപ്പിൽ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു. അതാണെന്ത്? പാർട്ട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത്, ആഫ്റ്റർ ദ എക്സിസ്റ്റിംഗ്
സബ്സെഷൻ 1 ദ ഫോളോയിങ് സബ്സെഷൻ ഷാൾ ബി ഇൻസേർട്ടഡ്. പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ്, നിലവിലുള്ളതിനെ മാറ്റിയതല്ല. സബ്സെഷൻ 1 ശേഷം പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഇതിൽ സബ്സെഷൻ 1 ശേഷം പുതിയതായിട്ട് ആഡ് ചെയ്തതാണ് 1A. ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് ഫോർ ദ ഫോർമേഷൻ ഓഫ് സച്ച് പാർട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഷാൽ ബി പ്രിപ്പയർഡ് ബൈ ദ സൊസൈറ്റീസ് കൺസേൺഡ്. അതായത് ഈ പാർട്ണർഷിപ്പിൽ ഇവർ ഈ പങ്കാളിത്ത വ്യവസ്ഥയിൽ എന്താണ്, ഏത് ബിസിനസ്സാണ് ചെയ്യുന്നത്, പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് വെച്ചാൽ അതിൻ്റെ ആ സ്കീം എന്താണ് അവർ ചെയ്യുന്നത്, അതിൻ്റെ റിപ്പോർട്ട് ഡീറ്റെയിൽ ആയിട്ട് പ്രിപ്പയർ ചെയ്ത് എന്ത് വേണം, ഇത് സൊസൈറ്റി പ്രിപ്പയർ ചെയ്തിട്ട് ആൻഡ് ദ സെയിം ഷാൾ ബി സബ്മിറ്റഡ് ടു ദ ജനറൽ ബോഡീസ് ഓഫ് സച്ച് സൊസൈറ്റീസ് ഫോർ അപ്രൂവൽ. ഓക്കെ, അനുമതി നേടാൻ വേണ്ടിയിട്ട്, അപ്രൂവലിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തിരിക്കണം, എവിടെ ഇത് സബ്മിറ്റ് ചെയ്തിരിക്കണം, പൊതുയോഗത്തിൽ ജനറൽ ബോഡിയിൽ സബ്മിറ്റ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. വെറുതെ ചെന്നിട്ട് നമുക്കൊരു പാർട്ണർഷിപ്പ് അങ്ങ് തുടങ്ങാമെന്ന് പറഞ്ഞ് വേറൊരു സൊസൈറ്റിയായിട്ട് ചേർന്ന് പാർട്ണർഷിപ്പ് തുടങ്ങാൻ പാടില്ല. എന്ത് വേണം, നിലവിലുള്ള സൊസൈറ്റി ഒരു ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ്, എവിടാണ് എന്നൊക്കെയുള്ളത് നല്ല വ്യക്തമായിട്ട് ഡീറ്റെയിൽഡായിട്ട് വിശദീകരിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി, നമ്മുടെ സൊസൈറ്റി റിപ്പോർട്ട് തയ്യാറാക്കി എന്ത് വേണം, അത് ഈ ഒരു സൊസൈറ്റിയുടെ ജനറൽ ബോഡി മീറ്റിങ്ങിൽ സബ്മിറ്റ് ചെയ്ത് അപ്രൂവൽ എടുക്കണം എന്നാണ് പറയുന്നത്. ഇനി 1Bയിൽ എന്താ പറയുന്നത്, ഇങ്ങനെ ദ പ്രോജക്റ്റ് റിപ്പോർട്ട് അപ്രൂവ്ഡ് ബൈ ദ ജനറൽ ബോഡീസ് ഓഫ് ദ സൊസൈറ്റി. മേൽ പറഞ്ഞ പോലെ ഈ സൊസൈറ്റിയുടെ ജനറൽ ബോഡിയിൽ ഇത് പാസ്സാക്കിയല്ലോ, അപ്രൂവൽ കിട്ടി, ഈ പ്രോജക്റ്റ് റിപ്പോർട്ടിന് അപ്രൂവൽ കിട്ടിയത് എന്ത് വേണം, ഷാൽ ബി സബ്മിറ്റഡ് ടു ദ ഗവൺമെൻറ് ത്രൂ ദ രജിസ്ട്രാർ. പിന്നെ ഇത് ആർക്ക് സബ്മിറ്റ് ചെയ്യണം, ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്യണം. ആര് മുഖേന, രജിസ്ട്രാർ മുഖേന ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്യണം. അടിപൊളിയല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മളാകെ തളരരുത് രാമൻകുട്ടി. നമ്മൾ എന്ത് വേണം, കറക്റ്റായിട്ടത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പോൾ ഗവൺമെൻറ് രജിസ്ട്രാർ മുഖേന ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്, ഫോർ ദ അപ്രൂവൽ ഓഫ് ദ ഫോർമേഷൻ ഓഫ് സച്ച് പാർട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ദ മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഈ ഒരു പാർട്ണർഷിപ്പ്, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പാർട്ണർഷിപ്പ് ഫോർമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപ്രൂവൽ കിട്ടാൻ വേണ്ടി രജിസ്ട്രാർ മുഖേന ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ആദ്യം ആർക്കാരാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, ഒരു ഡീറ്റെയിൽ, ആ സൊസൈറ്റി ഒരു ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി ആ സൊസൈറ്റിയുടെ ജനറൽ ബോഡിയിൽ പ്രമേയം പാസ്സാക്കി ഇത് സബ്മിറ്റ് ചെയ്ത് അവിടുന്ന് അപ്രൂവൽ കിട്ടണം. ഇങ്ങനെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ അപ്രൂവലുമായിട്ട് സൊസൈറ്റി എവിടെ പോകും, രജിസ്ട്രാറിൻ്റെ അടുത്ത് പോകും. രജിസ്ട്രാർ മുഖേന ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പോയി അപ്രൂവൽ വാങ്ങും. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 14B ദ പ്രോജക്റ്റ് റിപ്പോർട്ട് അപ്രൂവ്ഡ് ബൈ ദ ജനറൽ ബോഡീസ് ഓഫ് ദ സൊസൈറ്റി ഷാൾ ബി സബ്മിറ്റഡ് ടു ഡാഷ് ത്രൂ ഡാഷ് എന്ന് ചോദിക്കാം. എന്ത് വേണമെങ്കിലും തരാം. അതുകൊണ്ട് ഇത് വളരെ വ്യക്തമായിട്ട്, ഇപ്പോൾ ഗവൺമെൻറ്റും രജിസ്ട്രാറിൻ്റെ ഒരു കളിയാണ് ഇതിനകത്ത്. അത് ഫുള്ള് നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കണേ. ഇനി അടുത്തത് 1Cയിൽ എന്താണ് 1Cയിൽ പറയുന്നത്, ദ രജിസ്ട്രാർ ഷാൾ കണ്ടക്ട് ഓഡിറ്റ്, ഇൻസ്പെക്ഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് റെക്കോർഡ്സ് ഇൻ സച്ച് സൊസൈറ്റീസ് ഇൻ ദ മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. ഓക്കെ, ഇവിടെ പാർട്ണർഷിപ്പിൽ നമ്മൾ മുന്നേയും ഇത് എവിടെയോ പഠിച്ചു. എവിടെ പഠിച്ചു, 14AA പഠിച്ചു. പ്രൊമോഷൻ ഓഫ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ദ ഇക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ്. ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങണമെങ്കിൽ ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓഡിറ്റും വെരിഫിക്കേഷനും ഇൻസ്പെക്ഷനും ഒക്കെ നടത്തുന്നത് ആര് തന്നെയാണ്, രജിസ്ട്രാർ തന്നെയാണ്. ഒരു പാർട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റികളാണെന്നുണ്ടെങ്കിൽ അവിടെയും ആരാണ് കണ്ടക്ട് ചെയ്യുന്നത്, അണ്ടർലൈൻ ചെയ്തോണം, രജിസ്ട്രാറാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അതും പഠിക്കണം. അതുപോലെ ഇൻ ദ കേസ് ഓഫ് റേസിംഗ് എ ഫണ്ട് ഓഫ് സച്ച് പാർട്ണർഷിപ്പ്, ഈ പാർട്ണർഷിപ്പിൽ എന്തെങ്കിലും ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ, ഫണ്ട് രൂപീകരിക്കണം അല്ലെങ്കിൽ ഫണ്ട് ഉയർത്തണമെങ്കിൽ ആരുടെ സാങ്ഷൻ വേണം, പ്രയർ സാങ്ഷൻ ഓഫ് ദ ഗവൺമെൻറ് ഷാൾ ബി ഒബ്റ്റെയിൻഡ് ബൈ ദ പാർട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ദ മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. ഈ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്ത് വേണം, ആരുടെ പ്രയർ സാങ്ഷൻ എടുത്തിരിക്കണം, ഗവൺമെൻറ്റിൻ്റെ പ്രയർ സാങ്ഷൻ, മുൻകൂട്ടിയുള്ള അനുവാദം എടുത്തിരിക്കണം. ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ എന്തായാലും 2 പേര് ചേർന്ന് പാർട്ണർഷിപ്പിൽ പങ്കാളിത്ത വ്യവസ്ഥയിൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഫണ്ട് അവർക്ക് പിന്നെയും വേണമെന്നുണ്ടെങ്കിൽ അവർ വെറുതെ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റില്ല. ആരുടെ സാങ്ഷൻ വേണം, ഗവൺമെൻറ്റിൻ്റെ സാങ്ഷൻ വേണം. ഓക്കെ, അതാണെന്ത് നമ്മുടെ സെക്ഷൻ 14Bയിൽ പറഞ്ഞിരിക്കുന്നത്. അതിനകത്തും ഗവൺമെൻറ് ത്രൂ ദ രജിസ്ട്രാറും ഒക്കെ വരുന്നുണ്ട്. അത് മാത്രം അണ്ടർലൈൻ ചെയ്തങ്ങ് പഠിക്കണം, കാണാപ്പാഠം പഠിച്ചേക്കുക. ഓക്കെ,
ഇനി നെക്സ്റ്റ് വരുന്നത് അമെൻമെൻറ്റ് ഓഫ് സെക്ഷൻ 15. 15 എന്താണ് സെക്ഷൻ 15? ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഓഫ് സൊസൈറ്റീസ് ഇൻ സർട്ടൺ കേസസ്. ചില സാഹചര്യത്തിൽ ചില സൊസൈറ്റികളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യും. നമുക്കറിയാം എന്താണ് അമാൽഗമേഷൻ നടത്തുമ്പോൾ, ഡിവിഷൻ നടത്തുമ്പോൾ ഒക്കെ വരുമ്പോൾ ഉള്ളതാണ് നമ്മൾ ഈ രജിസ്ട്രേഷൻ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലിക്വിഡേഷനൊക്കെ നടത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്ന കേസുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത്, ഇപ്പം നമുക്കറിയാം പുതിയത് അമാൽഗമേഷനിൽ നമ്മൾ സെക്ഷൻ 14 പഠിച്ചപ്പോൾ അമാൽഗമേഷനിൽ പുതിയതായിട്ടൊരു വേർഡും കൂടി ഇൻസേർട്ട് ചെയ്തു. ആ സെക്ഷനിൽ ഏതായിരുന്നു? അമാൽഗമേഷൻ മേജർ. എന്താണ് മേജറിന് ശേഷമാണ് പിന്നെ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആൻഡ് ഡിവിഷൻ ഓഫ് സൊസൈറ്റീസ് വരുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് നോക്കൂ, ആഫ്റ്റർ സബ്സെഷൻ 3 ഓഫ് സെക്ഷൻ 15 ഓഫ് ദ പ്രിൻസിപ്പൽ ആക്ട് ദ ഫോളോയിങ് സബ്സെഷൻ ഷാൾ ബി ഇൻസേർട്ടഡ് വേർ 1 or more സൊസൈറ്റീസ് ആർ മേജ്ഡ്. ഒന്നോ അതിൽ കൂടുതലോ സൊസൈറ്റികൾ ലയനം നടത്തുമ്പോൾ വിത്ത് അനദർ സൊസൈറ്റി, മറ്റ് സൊസൈറ്റികളുമായിട്ട് ലയിക്കുമ്പോൾ ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 14, ഞാനിപ്പോൾ പറഞ്ഞതാണ്, സെക്ഷൻ 14 അനുസരിച്ചിട്ട് മറ്റ് സൊസൈറ്റികളുമായിട്ട് ഒന്നോ അതിൽ കൂടുതൽ സൊസൈറ്റികൾ മേർജ് ചെയ്യുമ്പോൾ, ലയനം നടത്തുമ്പോൾ ദ രജിസ്ട്രേഷൻ ഓഫ് ഈച്ച് ഓഫ് ദ മേർജിങ് സൊസൈറ്റി, മേർജ് ചെയ്യുന്ന സൊസൈറ്റികൾ, മെർജ് ചെയ്യുന്ന ഏത് സൊസൈറ്റികളാണോ അവരുടെ രജിസ്ട്രേഷൻ ഷാൾ സ്റ്റാൻഡ് ക്യാൻസൽ ആകും ആൻഡ് ഷാൾ ബി ഡീംഡ് ടു ഹാവ് ബീൻ ഡിസോൾവ്ഡ്. എന്നിട്ട് എന്താക്കി കണക്കാക്കപ്പെടും? ഡീംഡ് ടു ഹാവ് എന്ന് പറഞ്ഞാൽ കണക്കാക്കപ്പെടും. കണക്കാക്കപ്പെടും ടു ബി ഡിസോൾവ്ഡ്, അത് ഇല്ലാതാവുന്നതായിട്ട് കണക്കാക്കപ്പെടും. ആൻഡ് ഷാൾ സീസ് ടു എക്സിസ്റ്റ് ആസ് എ കോർപ്പറേറ്റ് ബോഡി. പിന്നെ അതൊരു കോർപ്പറേറ്റ് ബോഡി അല്ല. ഓക്കെ, ഒരു കോർപ്പറേറ്റ് ബോഡി അല്ല. അതായത് മേർജ് ചെയ്യുന്ന സൊസൈറ്റികൾ ആരാണോ അവരുടെ പിന്നെ എന്ത് ചെയ്യും, അവരുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ആകുമെന്നാണ് പറയുന്നത്. ഓക്കെ, അവരുടെ രജിസ്ട്രേഷൻ എന്താകും? ക്യാൻസൽ ആകും. അപ്പോൾ ഈ ഒരു മേർജിങ്ങിനെ കുറിച്ച് ഇവിടെ വരാനുള്ള റീസൺ എന്ന് പറയുന്നത് സെക്ഷൻ 14 അമാൽഗമേഷന് ശേഷം മേജർ എന്നുകൂടെ കൂട്ടിച്ചേർത്തു. അപ്പം അങ്ങനെ കൂട്ടിച്ചേർത്തപ്പോൾ ഇവിടെ എന്ത് വന്നു? ഇവിടെ മേർജറിൻ്റെ എന്ത് വന്നു? അമെൻമെൻറ്റ് സ്വാഭാവികമായിട്ട് ഇവിടെ വരുമല്ലോ. ഇവിടെ അത് പ്രതിധ്വനിച്ച് എന്താണ്? ഒരു മെർജിങ് നടക്കുമ്പോൾ ആരൊക്കെയാണോ മേർജ് ചെയ്ത സൊസൈറ്റി അവരുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസലാക്കും എന്നും കൂടെ കൂട്ടിച്ചേർത്തു. ഓക്കെ, ഇനി അടുത്തത് അമെൻമെൻറ്റ് ഓഫ് സെക്ഷൻ 16 അമെൻമെൻറ്റാണ്. 1-2 പോയിൻറ്റുകളൊക്കെ ഉള്ളൂ. ആ പോയിൻറ്റുകൾ നിങ്ങൾ വ്യക്തമായിട്ട് അങ്ങ് പഠിച്ച് വെച്ചാൽ മതി. ഓക്കെ, സെക്ഷൻ 16 എന്താണ് പറയുന്നത്? പേഴ്സൺസ് ഹൂ മേ ബിക്കം മെമ്പേഴ്സ്. ആർക്കൊക്കെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പേഴ്സ്, അംഗങ്ങളാകാം എന്നതിനെക്കുറിച്ചാണ് സെക്ഷൻ 16 പറയുന്നത്. ഇവിടെ ഫസ്റ്റ് വൺ നോക്കൂ, IA. ഇൻ ദ കേസ് ഓഫ് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി ഹൂ ഹാസ് നോട്ട് അറ്റൈൻഡ് ദ ഏജ് ഓഫ് 45 years. ഇവിടെ വന്ന അമെൻമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ സെക്ഷൻ 2 പഠിച്ചപ്പോൾ പഠിച്ചു. എന്താണ്? യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ സെക്ഷൻ 2V ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റികളെന്ന് പറയുന്നത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസാണ്. അവരെന്തിനാണ് രജിസ്റ്റർ ചെയ്യുന്നത്? പുതിയ ടെക്നോളജി കൊണ്ടുവരാനും അല്ലെങ്കിൽ ഓൺടർപ്രണർഷിപ്പ് പ്രൊമോട്ട് ചെയ്യാനും ഇന്നൊവേഷൻസും, അതായത് പുതിയ യുവാക്കളെ ഈ സംരംഭത്തിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എങ്ങനെയാണ്? വിത്തിൻ 1 district. അങ്ങനെയുള്ളൊരു ഒബ്ജക്റ്റീവുമായിട്ട് വന്ന സൊസൈറ്റികളാണ് യുവ സഹകരണ സംഘങ്ങൾ. ഓക്കെ, അപ്പോൾ അന്ന് നമ്മൾ 2V ഡിഫൈൻ ചെയ്തിട്ടുണ്ടെന്ന് സെക്ഷൻ 2 പഠിച്ചപ്പോൾ പഠിച്ചിരുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് സെക്ഷൻ 16 അനുസരിച്ച് ആർക്കൊക്കെ, സെക്ഷൻ 16 പറയുന്നത് ആർക്കൊക്കെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പർ ആകാമെന്നാണ്. ഇവിടെ ഈ ഒരു യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഒരു വ്യത്യാസമുണ്ട്. ഹു ഹാസ് നോട്ട് അറ്റൈൻഡ് ദ ഏജ് ഓഫ് 45 years. 45 വയസ്സ് ആവാത്ത ആൾക്കാർക്ക് മാത്രമേ യൂത്ത് കോപ്പറേറ്റീവ്, 45 വയസ്സിന് മുകളിലോട്ടുള്ളവർ യൂത്ത് അല്ല, 45 വയസ്സിന് താഴോട്ട്, അത് ഓർക്കണം. എന്താണ്? 45 വയസ്സിന് താഴോട്ട്, 45 വയസ്സ് ആവാത്ത ആൾക്കാർക്ക്. ഓക്കെ, അപ്പോൾ ഈ യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ അംഗമാകാൻ ഇപ്പോൾ ഒരു 48 വയസ്സുള്ള ഒരാൾ ചെന്നിട്ട് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പർ ആവണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ല. അതേസമയം 44 വയസ്സുള്ള ഒരാളാണെങ്കിലോ പറ്റും. കാര്യം അതിൻ്റെ മാക്സിമം ഏജ് എത്രയാണ്? 45 ആണ്. അതുകൊണ്ടാണ് അവർ ഇവിടെ സെക്ഷൻ 16 അത് പറയുന്നത്. നമ്മുടെ സാധാരണഗതിയിൽ ഒരു ഇൻഡിവിജ്വലിന് എത്ര വയസ്സാകുമ്പോൾ നമുക്ക് ചെന്ന് മെമ്പർഷിപ്പ് എടുക്കാം? 18 years. അത് നമ്മൾ പറഞ്ഞു, 18 years ആണ്. പിന്നെ കൂടാതെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. എന്താണ്? ഹു ഈസ് നോട്ട് എ അൺസൗണ്ട് മൈൻഡ് ആകാൻ പാടില്ല. പിന്നീട് കുറേ കാര്യങ്ങളുണ്ട്.
അതൊന്നും ഇപ്പോൾ നമ്മളിവിടെ പറയുന്നില്ല, പറഞ്ഞാൽ നീണ്ടുപോകും. പിന്നെ കൂടാതെ പ്രൊവൈഡഡ് ദാറ്റ് ഓൺ അറ്റൈനിങ് 45 years ദ മെമ്പർഷിപ്പ് ഓഫ് സച്ച് മെമ്പേഴ്സ് ഷാൾ സീസ് ടു എക്സിസ്റ്റ് ആൻഡ് ദേ ബിക്കം. ഇനിയിപ്പം എന്താണ്, ഒരാൾക്ക് 45 വയസ്സായെന്നിരിക്കട്ടെ. ഈ ഒരു 45 വയസ്സാകുമ്പോൾ ഈ നിലവിലുള്ള മെമ്പറിൻ്റെ മെമ്പർഷിപ്പ് അവിടെ തന്നെ കാണും. പക്ഷേ അത് എങ്ങനെ ആയിരിക്കും? ആൻഡ് ദേ ഷോൾ ബിക്കം അസോസിയേറ്റ് മെമ്പർ ഓഫ് ദ സൊസൈറ്റി. ആ സൊസൈറ്റിയുടെ അസോസിയേറ്റ് മെമ്പറായിട്ട് മാത്രമേ അയാൾക്ക് പിന്നീട് അവിടെ തുടരാൻ പറ്റൂ. അസോസിയേറ്റ് എന്ന് പറഞ്ഞാൽ നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പറില്ലേ, അത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഇപ്പോൾ യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് കുറേ പേര് ചെന്ന് ഒരു 30 പേര് ചെന്ന് ചേർന്നിരിക്കട്ടെ. എല്ലാവരും 45 വയസ്സിന് താഴെയാണ്. പക്ഷേ വർഷങ്ങൾ അങ്ങോട്ട് കഴിയുമ്പോൾ അവർക്ക് 45 വയസ്സിനേക്കാളും കൂടുതലാവത്തില്ലേ? മോർ ദാൻ 45 years ആവത്തില്ലേ? ഇങ്ങനെ ആകുമ്പോൾ എന്താണ്, അങ്ങനെയുള്ളവരുടെ മെമ്പർഷിപ്പ് കട്ടാവില്ല. പക്ഷേ അവരെങ്ങനെയുള്ളവരായി പിന്നെ മാറും? അസോസിയേറ്റ് മെമ്പേഴ്സായിട്ട് മാറും. അതും നോട്ട് ചെയ്ത് പഠിക്കുക, അസോസിയേറ്റ് മെമ്പറായിട്ട് മാറും. ഇതാണ് നമ്മുടെ സെക്ഷൻ 16 വന്നൊരു മാറ്റം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് അമെൻമെൻറ്റ് ഓഫ് സെക്ഷൻ 18 വന്ന മാറ്റമാണ്. എന്താണ് അമെൻമെൻറ്റ് ഓഫ് സെക്ഷൻ 18 എന്ന് പറയുന്നത്? നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ നമുക്കറിയാം എന്താണ്, ഒരു വോട്ടിംഗ് റൈറ്റും ഇല്ല, വെറുതെ എന്താണ് ഒരു നോമിനൽ അല്ലെങ്കിൽ ഒരു അസോസിയേറ്റ് മെമ്പറായിട്ട് മാത്രം ഒരു ഇൻഡിവിജ്വലിനെ എടുക്കുന്നതാണ് എന്ത്, നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ എന്ന് പറയുന്നത്. ഇവിടെ അതിൽ വന്നൊരു മാറ്റം എന്ന് പറയുന്നത് സബ്സെഷൻ 3 ശേഷം വന്നത് ആസ് സച്ച് സേവ് ആസ് പ്രൊവൈഡഡ് ഇൻ ദിസ് സെക്ഷൻ എ നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. നിങ്ങൾ മേളിലോട്ട് നോക്കൂ, സെൻറ്റൻസ് സബ്സ്റ്റിറ്റ്യൂട്ട്. അതായത് നിലവിൽ ഈ സെൻറ്റൻസ് ഉണ്ട്, പക്ഷേ ഈ സെൻറ്റൻസിൽ ഒരു സെൻറ്റൻസും കൂടെ ആഡ് ചെയ്തു. ഇത് ആഡ് ചെയ്തത് എവിടം തൊട്ട് എവിടം വരാമെന്ന് പറഞ്ഞാൽ നോക്കൂ, സേവ് ആസ് പ്രൊവൈഡഡ് ഇൻ ദിസ് സെക്ഷൻ എ നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ ഷാൾ ഹാവ് സച്ച് പ്രിവിലേജസ് ആൻഡ് റൈറ്റ്സ് ഓഫ് എ മെമ്പർ. ഒരു മെമ്പേഴ്സിൻ്റെ റൈറ്റ്സും പ്രിവിലേജസും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇവിടം തൊട്ടാണ് അവർക്ക് മാറ്റം വന്നത്. ആൻഡ് ബി എലിജിബിൾ to enjoy various services including credit facilities provided by the society. ഇത്രയാണ് അവർ കൂട്ടിച്ചേർത്തത്. കൂടാതെ ഇവർക്ക് ക്രെഡിറ്റ് ഫെസിലിറ്റീസും കൊടുക്കാം, വായ്പകളും കൊടുക്കാം എന്നുള്ളത് കൂട്ടിച്ചേർത്തു. ആൻഡ് ബി സബ്ജക്റ്റ് ടു സച്ച് ലയബിലിറ്റീസ് ഓഫ് എ മെമ്പർ ആസ് മേ ബി സ്പെസിഫൈഡ് ഇൻ ദ ബൈലോസ് ഓഫ് ദ സൊസൈറ്റി. പക്ഷേ ഇത് സൊസൈറ്റിയുടെ ബൈലോസിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ആ മെമ്പർക്ക് കുറച്ച് എന്തുണ്ട്, ലയബിലിറ്റീസുമുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്ത് ചേർത്തത്, ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, മാറ്റം വരുത്തിയത് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കൊടുക്കാം എന്നുള്ളതാണ്. എന്താണ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ്? ഒരു നോമിനൽ അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പേഴ്സിന് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കൊടുക്കാം. ഇവർക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ടോ? ഇല്ല. ഓഫീസ് ബെയറർ ആവാൻ പറ്റുമോ? ഇല്ല. മനസ്സിലായില്ലേ? ഈ നോമിനൽ ഓർ അസോസിയേറ്റ് എന്ന് വെച്ചാൽ മറ്റ് പ്രിവിലേജസ് ഒന്നുമില്ല, പക്ഷേ അവരൊരു മെമ്പറാണ്. പക്ഷേ അവർക്ക് ഇപ്പോൾ അവർ ആഡ് ചേർത്തു, അവർക്ക് ക്രെഡിറ്റ് വായ്പകൾ കൊടുക്കാം. ബൈലോസിൽ പറഞ്ഞ പോലെ തന്നെ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് അവർക്ക് സർവീസ് കൊടുക്കാം എന്നുള്ളത് പറഞ്ഞു. ഓക്കെ, അതാണ് അമെൻമെൻറ്റ് ഓഫ് സെക്ഷൻ 18. ഇനി നെക്സ്റ്റ് സെക്ഷൻ അമെൻമെൻറ്റ് ഓഫ് സെക്ഷൻ 19 വന്ന മാറ്റം. എന്താണ് സെക്ഷൻ 19 എന്ന് പറയുന്നത്? മെമ്പർ നോട്ട് ടു എക്സസൈസ് റൈറ്റ്സ് ടിൽ ഡ്യൂ പേയ്മെൻറ്റ് മെയ്ഡ്. ഒരു മെമ്പർക്ക് പറയുന്ന പേയ്മെൻറ്റ് അടയ്ക്കാതെ യാതൊരുവിധമായ ആ സൊസൈറ്റിയിൽ യാതൊരുവിധമായ അവകാശങ്ങളും കിട്ടില്ല എന്നാണ് പറയുന്നത്. കുറച്ച് പേയ്മെൻറ്റുകൾ അടച്ചാൽ, കുറച്ച് ക്യാഷ് അടച്ചാൽ മാത്രമേ, അല്ലെ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ, ഇന്ന കാര്യങ്ങൾ അടച്ചാൽ മാത്രമേ അവർക്കൊരു മെമ്പേഴ്സിൻ്റെ റൈറ്റ്സ്, അവകാശങ്ങൾ കിട്ടൂ എന്നുള്ളത്. അവിടെ ഒരു മാറ്റം വന്നെന്ന് പറയുന്നത് ആഫ്റ്റർ സബ്സെഷൻ 1 സോ നമ്പേർഡ് ദ ഫോളോയിങ് സബ്സെഷൻ ഇൻസേർട്ടഡ്, പുതിയതായിട്ട് കൊണ്ടുവന്നതാണ്. നേരത്തെ നമ്മൾ 18 സബ്സ്റ്റിറ്റ്യൂട്ടഡ് എന്ന് പറഞ്ഞു. അതെന്ന് പറയുന്നത് നിലവിലുള്ളതിൻ്റെ ആ സെൻറ്റൻസിൽ കുറച്ച് മാറ്റം വരുത്തിയതാണ്. ആഡഡ് എന്ന് പറയുന്നത് പുതിയതായിട്ട് കൊണ്ടുവന്നതാണ്. ഇതിപ്പോൾ എപ്പോഴും ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം വ്യക്തമായിട്ട് നിങ്ങൾ പഠിക്കാനും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനുമാണ്. ഈ ആഡഡ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു പോർഷൻ ഫുള്ള് നമ്മൾ ബൈ ഹാർട്ട് ചെയ്തിരിക്കണം, ഫുള്ള് മനസ്സിലാക്കി നമ്മൾ ബൈ ഹാർട്ട് ചെയ്തിരിക്കണം. മറ്റേന്ന് പറയുന്നത് നിലവിലുള്ളതിൽ നിന്ന് ഒരു മാറ്റം, അതും നമുക്ക് ട്രിക്കി ആയിട്ട് അവർ ചോദിക്കാം, നമുക്ക് കൺഫ്യൂഷൻ ആവും അത്. അതുകൊണ്ടാണ് ഞാനത് വ്യക്തമാക്കി പറയുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് സെക്ഷൻ 19 ഇൻസേർട്ട് ചെയ്തത് എന്താണ് നോക്കൂ. ഇഫ് ദ ജനറൽ ബോഡി ഓഫ് എ സൊസൈറ്റി ഹാസ് ഡിസൈഡ് ടു എൻഹാൻസ് ദ ഷെയർ വാല്യൂ. നമ്മുടെ സൊസൈറ്റിയുടെ ജനറൽ ബോഡി എന്ത് ചെയ്യുകയാണ്? ഷെയർ വാല്യൂ കൂട്ടാൻ തീരുമാനിച്ചു. അതായത് അതിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. ദ റൈറ്റ് ഓഫ് എ മെമ്പർ ടു കണ്ടിന്യൂ ഇൻ മെമ്പർഷിപ്പ്. ഈ നിലവിലുള്ള മെമ്പറിൻ്റെ ആ ഒരു മെമ്പർഷിപ്പ് കണ്ടിന്യൂ ചെയ്യും. എത്ര നാളത്തേക്ക്? വിൽ റിമെയിൻ ഫോർ എ പീരീഡ് ഓഫ് 5 years ഫ്രം ദ ഡേറ്റ് ഓഫ് എൻഹാൻസ്മെൻറ്റ് ഓഫ് വാല്യൂ ഓഫ് ഷെയർ.
ജനറൽ ബോഡി എന്നാണോ ആ ഷെയർ വാല്യൂവിൻ്റെ മൂല്യം വർദ്ധിപ്പിച്ചത് അന്ന് മുതൽ 5 വർഷത്തേക്ക് അതേപോലെ തന്നെ മെമ്പർഷിപ്പ് കണ്ടിന്യൂ ചെയ്യും. ബട്ട് ഷാൾ നോട്ട് അലൗഡ് ടു എക്സസൈസ് ഹിസ് റൈറ്റ്സ് ആസ് എ മെമ്പർ. പക്ഷേ അവർക്ക് ഒരിക്കലും ആ ഒരു മെമ്പറിൻ്റെ റൈറ്റ് കിട്ടില്ല. എപ്പോൾ വരെ? ഒൺലി അപ്പോൺ റെമിറ്റിംഗ് ദ എൻഹാൻസ്ഡ് വാല്യൂ ഓഫ് ദ ഷെയർസ് ഹെൽഡ്. എത്രയാണോ ജനറൽ ബോഡി ആ ഷെയറിൻ്റെ മൂല്യം വർദ്ധിപ്പിച്ചത് അത് അടയ്ക്കുന്നത് വരെ ഇവർക്ക് മെമ്പേഴ്സിൻ്റെ ഒരു റൈറ്റും കിട്ടത്തില്ലെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയും ക്യാഷുമായിട്ട് റിലേറ്റ് ചെയ്തൊരു കാര്യമാണ്. കുറച്ച് പേയ്മെൻറ്റ് അടച്ചാൽ മാത്രമേ കിട്ടൂ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നിലവിലുള്ള നിയമത്തിൽ കുറച്ചേറെ പേയ്മെൻറ്റുകൾ അടയ്ക്കണം. അതായത് പേയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അഡ്മിഷൻ ഫീ, എൻട്രൻസ് ഫീ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ഷെയറിൻ്റെ കാര്യങ്ങൾ, ഷെയർ ഇത്ര എടുക്കണം, അത് അടയ്ക്കണം, ഇത്ര ഇത് അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം ഇങ്ങനെ അടച്ചാലേ എന്ത് കിട്ടും? അതിൻ്റെ അവകാശങ്ങൾ, ഒരു മെമ്പേഴ്സിൻ്റെ അവകാശങ്ങൾ ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് കിട്ടും. എന്നാൽ ഇവിടെ ഒരു സുപ്രഭാത ജനറൽ ബോഡി എന്നിട്ട് എന്ത് ചെയ്തു? ഈ ഷെയർ വാല്യൂ അങ്ങ് കൂട്ടി. ഓക്കെ, അപ്പം നിങ്ങളുടെ എക്സാമ്പിൾ ഞാൻ പറയാം. നിലവിൽ 50 രൂപയായിരുന്നു ഷെയർ വാല്യൂ. എത്രയായിരുന്നു? 50 രൂപ, 50 റുപ്പീസ്. ജനറൽ ബോഡി വന്ന് ഇത് ആരാണ് ഈ ഷെയർ വാല്യൂ കൂട്ടുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കാം. അപ്പോഴും നമ്മൾ ആലോചിക്കുക, ആരാണ്? ജനറൽ ബോഡിയാണ്. ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അതിലെന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്നുള്ളതും നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കണം. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ഇടുന്ന ഒരാളായിട്ട് ചിന്തിക്കണം. ബോർഡ് എക്സാം ക്വസ്റ്റ്യൻ ഇടുന്ന ആളായിട്ട് ചിന്തിച്ചാൽ മാത്രമേ നമുക്കിതൊക്കെ പഠിക്കാൻ പറ്റൂ. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞത് 50 രൂപ ആയിരുന്നു നിലവിലുള്ള ഷെയർ വാല്യൂ. പെട്ടെന്ന് ജനറൽ ബോഡി എന്ത് ചെയ്തു? 100 രൂപയായിട്ട് അത് മാറ്റി. ഒരു ഷെയറിൻ്റെ വില എത്രയാക്കി മാറ്റി? മൂല്യം എത്രയായിട്ട് വർദ്ധിപ്പിച്ചു? 100 വർദ്ധിപ്പിച്ചു. ഇങ്ങനെ വർദ്ധിപ്പിക്കുമ്പോൾ 5 വർഷത്തിനുള്ളിൽ എന്ത് വേണം? 5 വർഷത്തേക്ക് ഈ നിലവിലുള്ള, ഇപ്പം ഞാൻ 50 രൂപയുടെ ഷെയറാണ് എടുത്തത്, എനിക്ക് ഈ ഒരു 50 രൂപയുടെ ഷെയറായിട്ട് എത്ര വർഷം പോകാം? ജനറൽ ബോഡി എന്നാണോ ആ ഒരു ഷെയർ വാല്യൂ കൂട്ടാൻ ഫിക്സ് ചെയ്ത ആ ദിവസം അന്ന് മുതൽ 5 വർഷത്തേക്ക് എനിക്ക് ഈ മെമ്പർഷിപ്പിൽ തന്നെ തുടരാം. ഈ 50 രൂപ മെമ്പർഷിപ്പിൽ തന്നെ തുടരാം. ഒരു ഷെയറിൻ്റെ വില 50 രൂപ വെച്ചില്ലേ നമ്മൾ പറഞ്ഞത്? ആ 50 രൂപ വെച്ച് തന്നെ തുടരാം. എത്ര വർഷത്തേക്ക്? 5 വർഷത്തേക്ക്. പക്ഷേ ഈ 5 വർഷത്തേക്കും എനിക്ക് മെമ്പേഴ്സിൻ്റെ യാതൊരു വിധമായ അവകാശങ്ങളും കിട്ടില്ല. മനസ്സിലായില്ലേ? 5 വർഷത്തേക്ക് തുടരാം. 5 വർഷം കഴിഞ്ഞാൽ പിന്നെ നിൽക്കാൻ പറ്റില്ല. പക്ഷേ ഈ 5 വർഷത്തേക്ക് എനിക്ക് മെമ്പേഴ്സിൻ്റെ ഒരുവിധ അവകാശങ്ങളും കിട്ടത്തില്ല. പിന്നെ അതിന് ശേഷം ഞാൻ എന്ത് വേണം? എത്രയാണോ ജനറൽ ബോഡി എൻഹാൻസ് ചെയ്തത്, മൂല്യം വർദ്ധിപ്പിച്ച ആ തുക അടയ്ക്കണം. 5 വർഷത്തേക്ക് എനിക്ക് മെമ്പറായിട്ട് തന്നെ തുടരാം. അവകാശങ്ങളൊന്നും കിട്ടത്തില്ലേ ഉള്ളൂ. അതിപ്പോൾ എനിക്ക് കുഴപ്പമില്ല, ഞാൻ 5 വർഷം വരെ അങ്ങ് നിൽക്കും. അതിനുശേഷം എനിക്ക് തുടരണമെങ്കിൽ എന്ത് വേണം? എനിക്ക് ആ എത്രയാണോ മൂല്യം വർദ്ധിപ്പിച്ചത് ജനറൽ ബോഡി, അത് ഞാൻ അടയ്ക്കണം. മനസ്സിലായില്ലേ? അതാണ് സെക്ഷൻ 2 പറയുന്നത്. 19 സബ്സെക്ഷൻ 1 ശേഷം ഇൻസേർട്ട് ചെയ്തത് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് വളരെ പീരീഡ് ആലോചിച്ച് നോക്കുക. 5 വർഷം. ഇത് കൂടുതലും 5 വർഷമാണ്. 5 വർഷം അങ്ങനെയൊക്കെയാണ് കൂടുതലും ഇതിനകത്തൊക്കെ പറയുന്നത്. അപ്പോൾ 5 വർഷം ഓർക്കുക. മാനേജിങ് കമ്മിറ്റിയുടെ പീരീഡ് ടേക്കിംഗ് എപ്പോഴാണോ ഇത് ചെയ്തത് അവിടെ മുതൽ 5 വർഷം അല്ലേ? അപ്പോൾ ഇവിടെയും 5 വർഷമാണ്. ഇത് ഓർത്ത് നോക്കുക. ഇതൊക്കെ ക്വസ്റ്റ്യൻ വരും, ഉറപ്പായിട്ടും വരും. ഇനി നെക്സ്റ്റ് വരുന്നത് 19B എന്താണ് പറയുന്നത്? റൈറ്റ് ഓഫ് എ മെമ്പർ ടു ഗെറ്റ് ഇൻഫർമേഷൻ. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കിട്ടാനുള്ള ഒരു റൈറ്റിനെയാണ് പറയുന്നത് എന്ത്? സെക്ഷൻ 19B പറയുന്നത്. ഇവിടെ ആദ്യം ക്ലോസ് ഇയിൽ പറയുന്നത് ദ ലേറ്റസ്റ്റ് ഓഡിറ്റ് ബാലൻസ്. അതിനു മുമ്പ് ഒന്ന് പറയട്ടെ, നമുക്ക് എന്തൊക്കെ ഒരു മെമ്പർ ആയാൽ, ഇപ്പം ഞാനൊരു മെമ്പർ ആയാൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എന്തൊക്കെ ഇൻഫർമേഷൻ കിട്ടാനുള്ള അവകാശം എനിക്കുണ്ട്? എന്തുണ്ട്? ആൻ അപ് ടു ഡേറ്റ് കോപ്പി ഓഫ് KCS ആക്ട് 1969. KCS ആക്ട് 1969 നിലവിലുള്ള ഒരു കോപ്പി കിട്ടാനുള്ള അവകാശം എനിക്കുണ്ട്. പിന്നെന്താണ്? KCS റൂൾസ് കിട്ടാനുള്ള അവകാശമുണ്ട്. പിന്നെ ബൈലോ കിട്ടാനുള്ള അവകാശമുണ്ട്. മെമ്പേഴ്സിൻ്റെ രജിസ്റ്റർ കിട്ടാനുള്ള അവകാശമുണ്ട്. പിന്നെ ലേറ്റസ്റ്റ് ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് കിട്ടാനുള്ള അവകാശമുണ്ട്. പിന്നെ ദ അക്കൗണ്ട്സ് ഓഫ് ദ സൊസൈറ്റി ഇൻ സോ ഫാർ ആസ് ദ റിലേറ്റഡ് ടു ഹിസ് ഓർ ഹെർ ട്രാൻസാക്ഷൻ. ഞാനുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ അവിടെ നടക്കുന്ന സൊസൈറ്റിയുടെ ഞാനുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ അക്കൗണ്ട്സ് കിട്ടാനുള്ള, മനസ്സിലായി, എൻ്റെ ട്രാൻസാക്ഷൻ കിട്ടാനുള്ള അവകാശമുണ്ട്. ഇത്രയും അവകാശമാണ് എനിക്കുള്ളത്. ഒരു മെമ്പറാകുന്ന എനിക്കുള്ള അവകാശം ഇത്രയാണ്. ഒരു സൊസൈറ്റിയിൽ നിന്ന് കിട്ടാനുള്ള അവകാശം ഇത്രയാണ്. അപ്പോൾ ഇവിടെ ക്ലോസ് ഇക്ക് ശേഷം ദ വേർഡ് ആൻഡ് ഷാൾ ബി ഒമിറ്റഡ്. ക്ലോസ് ഇയിൽ
ദ ലേറ്റസ്റ്റ് ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് ഓഫ് ദ സൊസൈറ്റി ആൻഡ് എന്ന് പറഞ്ഞൊരു അവസാനമുണ്ട്. അത് അവർ അവോയ്ഡ് ചെയ്തു. അത് ഇമ്പോർട്ടൻ്റ് അല്ല. ഇൻ ക്ലോസ് എഫിന് ശേഷം ഫോർ ദ സിമ്പിൾ കണ്ടോ, ദ സിമ്പിൾ ആൻഡ് വേർഡ് ഷാൾ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ്. അതും നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ആഫ്റ്റർ ക്ലോസ് എഫ് ദ ഫോളോയിങ് ക്ലോസ് ഷാൾ ബി ഇൻസേർട്ടഡ്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റേത് കോമ മാറ്റി കുത്തുമാറ്റി പിന്നെന്താണ് ആൻഡ് കൊണ്ടുവന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ എഫിന് ശേഷം പുതിയതായിട്ടൊന്ന് കൊണ്ടുവന്നു. എന്താണ്? ജി പുതിയതായിട്ട് ഇൻസേർട്ട് ചെയ്തതാണ്. അത് ഓർക്കുക. എഫ് എന്തായിരുന്നു? ഞാനുമായിട്ട് ബന്ധപ്പെട്ട, ഇപ്പം ഞാനാണ് അവിടുത്തെ മെമ്പറെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ കിട്ടാനുള്ള അവകാശം. ഇനി എഫിന് ശേഷം ജി കൊണ്ടുവന്നത് സമ്മറി ഓഫ് ഡിഫക്ട്സ് ഇൻക്ലൂഡഡ് ഇൻ ദ ലേറ്റസ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് റിപ്പോർട്ട്. നമ്മളെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ കൂടെയുള്ള സമ്മറി ഓഫ് ഡിഫക്റ്റ്, ന്യൂനതകൾ, എന്തൊക്കെ ന്യൂനതകളുണ്ട് എന്നുള്ളത് തെളിയിക്കുന്ന ഒരു സമ്മറി ഓഫ് ഡിഫക്റ്റ് ഉണ്ടല്ലോ, അത് കിട്ടാനുള്ള അവകാശമുണ്ട്. എലോങ് വിത്ത് ദ റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് അപ്രൂവ്ഡ് ബൈ ദ കമ്മിറ്റി ആൻഡ് ജനറൽ ബോഡി ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയുടെ ജനറൽ ബോഡിയും കമ്മിറ്റിയും അപ്രൂവ് ചെയ്ത റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട്, ഈ സമ്മറി ഓഫ് ഡിഫക്ട്സ് എന്താണ്, അവരത് റെക്ടിഫൈ ചെയ്ത ഒരു തിരുത്തൽ നടപടി, അതും കൂടെ ചേർത്ത് കിട്ടാനുള്ള അവകാശം ആർക്കൊണ്ട്? ഒരു മെമ്പറിനുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്, ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് കിട്ടാനുള്ള അവകാശമുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ എന്താ പറയുന്നത് അവർ? ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ കൂടെ സമ്മറി ഓഫ് ഡിഫക്ട്സും റെക്ടിഫിക്കേഷൻ റിപ്പോർട്ടും കൂടെ കിട്ടാനുള്ള അവകാശം ഒരു മെമ്പർക്ക് ഉണ്ട് എന്നാണ് കൂട്ടിച്ചേർത്തത്. അതും ആലോചിക്കുക, പുതുതായിട്ട് കൊണ്ടുവന്നതാണ്. ഇനി അടുത്തത് അമെൻമെൻറ്റ് ഓഫ് സെക്ഷൻ 20 വന്ന അമെൻമെൻറ്റാണ്. സെക്ഷൻ 20 എന്താണ്? വോട്ട് ഓഫ് മെമ്പേഴ്സാണ്. വോട്ട് ഓഫ് മെമ്പേഴ്സ് എന്താണ് അത് പറയുന്നത്? ഇൻ സെക്ഷൻ 20 ഓഫ് ദ പ്രിൻസിപ്പൽ ആക്ട് ഇൻ ക്ലോസ് ഡി ആഫ്റ്റർ ദ വേർഡ് ഇലക്ഷൻ, ക്ലോസ് ഡിയിൽ ഇലക്ഷൻ എന്നുള്ള വേർഡ് കഴിഞ്ഞതിന് ശേഷം ദ വേർഡ്സ് ആൻഡ് റിമൂവൽ ഷാൾ ബി ഇൻസേർട്ടഡ്. പുതിയതായിട്ട് കൂട്ടിച്ചേർത്തതാണ്. ഇലക്ഷൻ ആൻഡ് റിമൂവൽ എന്നാക്കി എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം ഡി എന്താണെന്ന്. ഡി എന്താ പറയുന്നത്? ആൻ എക്സ് ഒഫിഷ്യോ മെമ്പർ ഓഫ് ദ കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ കമ്മിറ്റിയിലെ എക്സ് ഒഫിഷ്യോ മെമ്പർ എന്ന് പറയുന്നത് സ്ഥാനം കൊണ്ട് മെമ്പറാകുന്ന, അല്ലെങ്കിൽ ഒരു സ്ഥാനത്തിലിരിക്കെ വേറൊരു സ്ഥാനവും കൂടെ കിട്ടുന്ന മെമ്പറിനെയാണ് എക്സ് ഒഫിഷ്യോ മെമ്പർ എന്ന് പറയുന്നത്. ഈ എക്സ് ഒഫിഷ്യോ മെമ്പർ എന്ന് പറയുന്നത് ഷോൾ ഹാവ് ഓൺലി വൺ റൈറ്റ്, വൺ വോട്ട്. എന്താണ്? ഒരു വോട്ട് മാത്രമേ ഉള്ളൂ. ബട്ട് ഷോൾ നോട്ട് ഹാവ് റൈറ്റ് ടു വോട്ട് ഫോർ ഇലക്ഷൻ ഓഫ് ഓഫീസ് ബെയറേഴ്സ് ഓഫ് ദ സൊസൈറ്റി. പക്ഷേ അവർക്ക് എന്തില്ല? ഓഫീസ് ബെയറേഴ്സിനെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം, തിരഞ്ഞെടുക്കാനുള്ള വോട്ട് ചെയ്യാനുള്ള അവകാശം ഇല്ല എന്നാണ് നിലവിലുള്ള ആക്റ്റിൽ പറയുന്നത്. ഇവിടെ ഇലക്ഷൻ ഓഫ് ഓഫീസ് ബെയറേഴ്സിന് പകരം ഇലക്ഷൻ ആൻഡ് റിമൂവൽ ഓഫ് ഓഫീസ് ബെയറേഴ്സ് എന്നാക്കി. ഓഫീസ് ബെയറേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, ഇങ്ങനെയുള്ള സ്ഥാനമാനങ്ങളുള്ളവരെയാണ് ഓഫീസ് ബെയറേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് ഒഫിഷ്യോ മെമ്പർക്ക് ഒരു വോട്ടിംഗ് റൈറ്റ് ആണ് ഉള്ളത്. പക്ഷേ അവർക്ക് ഓഫീസ് ബെയറേഴ്സിനെ തിരഞ്ഞെടുക്കാനോ അവരെ ഒഴിവാക്കാനോ റിമൂവ് ചെയ്യാനോ ഉള്ള അവകാശമില്ലെന്നാണ് കൂട്ടിച്ചേർത്തത്. നേരത്തെ ഇലക്ഷൻ മാത്രമായിരുന്നു, ഇപ്പോഴവർ ആൻഡ് റിമൂവലും കൂടെ ആക്കി. ഓക്കെ, അതാണ് സെക്ഷൻ 20 പറയുന്നത്.